നമസ്കാരം. കേരള പ്രവാസി അസോസിയേഷൻ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചെയർമാനാണ്, നാഷണൽ കൗൺസിൽ ചെയർമാനാണ് രാജേന്ദ്രൻ വെള്ളപ്പാലത്ത്. നമ്മൾ പലർക്കും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഈ സൈഡിലിരിക്കുന്നത് നമ്മുടെ നാഷണൽ കൗൺസിൽ ജനറൽ സെക്രട്ടറി ശ്രീ ജെറി രാജു. ഈ സൈഡിലിരിക്കുന്നത് നാഷണൽ കൗൺസിൽ അംഗമായ ശ്രീ സനൽ മഞ്ഞക്കോട്ട്, നമ്മുടെ കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡൻറ്റ് ശ്രീ സുരേഷ്, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ശ്രീ മൻസൂർ. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് തുടങ്ങാം അല്ലേ? കേരള പ്രവാസി അസോസിയേഷൻ 3 വർഷങ്ങൾക്ക് മുന്നേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സംഘടനയാണ്. കേരളത്തിലെ 14 ജില്ലകളിലും പ്രവർത്തനമുള്ള പ്രവാസികൾ നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. 9 ജില്ലകളിലായി കേരള പ്രവാസി അസോസിയേഷന് ജില്ലാ കമ്മിറ്റികളും അതോടൊപ്പം കേരളത്തിലെ 941 പഞ്ചായത്തുകളിലും കേരള പ്രവാസി അസോസിയേഷന് ഇന്ന് പ്രസൻസ് ഉണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള പ്രവാസി അസോസിയേഷൻ UDF മുന്നണിക്ക്, അല്ലെങ്കിൽ UDF നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ പ്രബല മുന്നണിയായ UDFൻ്റെ ഘടകകക്ഷിയാവണമെന്നുള്ള ആഗ്രഹം കേരള പ്രവാസി അസോസിയേഷൻ UDF നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ UDF നേതൃയോഗത്തിൽ കേരള പ്രവാസി അസോസിയേഷനെ ഒരു സ്ഥിരം ക്ഷണിതാവായി അംഗീകരിക്കുകയും ഘടകകക്ഷി എന്നുള്ള രീതിയിൽ അംഗീകരിക്കുകയും ചെയ്ത സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മളിന്ന് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. സ്വയം പര്യാപ്ത കേരളം പ്രവാസികളിലൂടെ എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് പ്രവാസികൾ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ കേരള പ്രവാസി അസോസിയേഷന് പ്രവാസികൾ മാത്രമല്ല, കേരളത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ അംഗങ്ങളായിട്ടുണ്ട്. ഏകദേശം 4.5 ലക്ഷത്തോളം വരുന്ന ആളുകൾ കേരള പ്രവാസി അസോസിയേഷൻ്റെ അംഗത്വമുണ്ട്. ഒരു രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ പ്രവാസികൾ കാണുന്ന, പ്രവാസികൾ ആർജിച്ചെടുത്ത് പ്രവാസികൾ കണ്ടുകൊണ്ടിരിക്കുന്ന വികസനം കേരളത്തിൽ നടപ്പിൽ വരുത്തുക, അതിലൂടെ സ്വയം പര്യാപ്തമായ ഒരു കേരളം സൃഷ്ടിക്കുക എന്നുള്ളതാണ് കേരള പ്രവാസി അസോസിയേഷൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഈ ലക്ഷ്യത്തിനായി കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതോടൊപ്പം പാർലമെൻ്ററി ജനാധിപത്യത്തിൽ കേരള പ്രവാസി അസോസിയേഷന് സ്വന്തമായി ഒരു കാൽച്ചുവടുണ്ടാക്കുക എന്നുള്ളതിൻ്റെ മുന്നോടിയായാണ് കേരള പ്രവാസി അസോസിയേഷൻ ഐക്യജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ UDFൻ്റെ ഭാഗമാവുക എന്നുള്ള തീരുമാനം നാഷണൽ കൗൺസിൽ ചേർന്നെടുത്തത്. കേരളത്തിലെ പ്രബല മുന്നണിയായ UDF കേരള പ്രവാസി അസോസിയേഷനെ ഒരു സ്ഥിരം ക്ഷണിതാവായി അല്ലെങ്കിൽ ഘടകകക്ഷിയായി അംഗീകരിച്ചതിൽ UDFൻ്റെ നേതൃത്വത്തിനോടും അതിനുവേണ്ടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ മാധ്യമപ്രവർത്തകർക്കും ആദ്യമായി കേരള പ്രവാസി അസോസിയേഷൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. മതനിരപേക്ഷ കേരളത്തിൻ്റെ പ്രതീക്ഷയാണ് ഐക്യജനാധിപത്യ മുന്നണി എന്ന തിരിച്ചറിവാണ് UDFുമായി സഹകരിക്കുവാൻ കേരള പ്രവാസി അസോസിയേഷനെ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരുപാധിക പിന്തുണയാണ് ഞങ്ങൾ UDF സ്ഥാനാർത്ഥികൾക്ക് നൽകിയത്. കേരളം ഇന്നേ വരെ കൈവരിച്ച വികസനത്തിൽ ഐക്യജനാധിപത്യ മുന്നണി സർക്കാരുകൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. വികസന മുരടിപ്പിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഒരു തുടർ ഭരണമുണ്ടായിട്ട് പോലും കേരളത്തിൻ്റെ IT മേഖല, ടൂറിസം മേഖല, അതേപോലെയുള്ള അഗ്രികൾച്ചർ, അതല്ലെങ്കിൽ കർഷകരുമായി ബന്ധപ്പെട്ട പെൻഷനുകൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അവശ്യ ജനവിഭാഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിട്ട് മാസങ്ങളായി. സിവിൽ സപ്ലൈ കോർപ്പറേഷന് കീഴിലുള്ള മാവേലി സ്റ്റോറുകൾ കാലിയായി കിടക്കുന്ന ദുരവസ്ഥയാണ് നാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. PSCയെ നോക്കുകുത്തിയാക്കി സ്വജനങ്ങൾക്ക് ജോലികൾ പിൻവാതിൽ നിയമനം സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത ഒരു മിത്തായി മാറിയ അവസ്ഥ. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളം മാറണമെന്നുണ്ടെങ്കിൽ പുതിയ കാഴ്ചപ്പാടുകളുമായി ഒരു മുന്നണിയുടെ ഭാഗമാവുക, ആ മുന്നണി ഐക്യജനാധിപത്യ മുന്നണി എന്നുള്ള തീരുമാനത്തിലേക്ക് കേരള പ്രവാസി അസോസിയേഷൻ എത്തുകയും അതോടൊപ്പം
നേതാക്കളുമായി നമ്മൾ ചർച്ച നടത്തുകയും കേരളത്തിനെ പ്രവാസികൾ കാണുന്ന പ്രവാസികളുടെ കാഴ്ചപ്പാടിലുള്ള കുറേ ഐഡിയാസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് കേരളത്തിലെ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലെ വികസനത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് KPA UDFിൻ്റെ ഘടകകക്ഷിയായത്. മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാലാനുസൃതമായ പുരോഗതിയില്ലാതെയും കൃഷിയും വ്യവസായവും ടൂറിസവും ഒക്കെ പിന്തള്ളിപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം മാറേണ്ട അവസ്ഥ കേരളത്തിനുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകം ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളെല്ലാവരും കാലെടുത്ത് കുത്തുന്നത്. എന്നാൽ കേരളത്തിൻ്റെ IT വ്യവസായം ഏറ്റവും കൂടുതൽ പരിപോഷിപ്പിക്കപ്പെടേണ്ട IT വ്യവസായം, അതല്ലെങ്കിൽ ടൂറിസം, അഗ്രികൾച്ചർ, മറ്റു ജനങ്ങൾക്കുമായുള്ള അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങൾക്കുമായുള്ള സപ്പോർട്ടുകൾ, ഇതൊക്കെ ഏതൊക്കെ രീതിയിലാണ് മുരടിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എൻ്റെ ജോലിയുടെ ഭാഗമായി ഞാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിക്കാറുണ്ട്. അത്തരം സന്ദർശന വേളയിൽ കേരളത്തിൻ്റെ പുറത്ത് ഇന്ത്യക്കകത്തുള്ള മറ്റ് സംസ്ഥാനങ്ങൾ കൈവരിച്ച പുരോഗതി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹൈദരാബാദ് ആണെങ്കിലും തെലങ്കാനയാണെങ്കിലും ചെന്നൈ ആണെന്നുണ്ടെങ്കിലും കർണാടകയാണെന്നുണ്ടെങ്കിലും ഈ വക സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറി പാർക്കപ്പെടുന്ന IT മേഖലകളിലുള്ള വിദ്യാർത്ഥികൾ, അതല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്ക് പലായനം ചെയ്യപ്പെടുന്ന നമ്മുടെ യുവജനത, നമുക്ക് സംഭവിക്കുന്ന ബ്രെയിൻ ഡ്രെയിൻ, ഇതിനൊക്കെ ഒരു പരിഹാരം നമുക്കുണ്ടായേ പറ്റൂ. മറ്റുള്ള വിദേശ സർവകലാശാലകളിലേക്ക് പഠനത്തിനായി പോകുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ, അവർ തിരിച്ചു വരവ് എന്നുള്ളത് നമ്മൾ മാത്രം സ്വപ്നം കാണുന്ന ഒരവസ്ഥയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം സർവകലാശാലകൾക്ക് ഓഫ് ക്യാമ്പസുകളായി കേരളത്തിൽ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബ്രെയിൻ ഡ്രെയിൻ ഒരു പരിധിവരെ പിടിച്ചു നിർത്താമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. കാലഹരണപ്പെട്ട ആശയ സംഹിതകളുമായി ഒത്തുപോകുന്ന അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ഒരു ദുരവസ്ഥയിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായാണ് KPA UDF മുന്നണിയിലേക്ക് പ്രവേശിക്കുന്നത്. ആ പ്രവേശിച്ചതിന് ഞങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ നൽകിയ UDFിൻ്റെ നേതൃത്വത്തിനോടും അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയുമാണ് ഈ പ്രസ് കോൺഫറൻസിൻ്റെ ഉദ്ദേശം. 9 ജില്ലാ കമ്മിറ്റികൾ KPA ഇതിനോടകം രൂപീകരിച്ചു. 941 പഞ്ചായത്തുകളിൽ നമ്മൾക്ക് ഏകദേശം 300ഓളം പഞ്ചായത്തുകളിൽ നമ്മൾ കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 9 ജില്ലാ സമ്മേളനങ്ങൾ ഞങ്ങൾ നടത്തിയത് അതാത് ജില്ലകളിലെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു. പ്രതിനിധി സമ്മേളനങ്ങളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ 9 ജില്ലകളിലും ഏകദേശം 1000-ൽ മേലെ പ്രതിനിധികൾ പങ്കെടുത്ത് ജില്ലാ സമ്മേളനങ്ങളാണ് നടത്തിയത്. സംസ്ഥാന സമ്മേളനം കോഴിക്കോട് വെച്ച് നടക്കാനിരിക്കെയാണ് നമ്മുടെ ഇലക്ഷൻ വന്നത്. അപ്പം ഇലക്ഷൻ കഴിഞ്ഞു, മഴ വന്ന് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ മാസത്തിൽ അല്ലെങ്കിൽ ഒക്ടോബറിൽ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് വെച്ച് നടത്താനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. UDF നേതൃത്വമാണ് ഐകകണ്ഠേന അത്തരമൊരു തീരുമാനമെടുത്തത്. അസ്വാരസ്യങ്ങൾ ഉള്ളതായി ഞങ്ങൾക്കറിവില്ല. പക്ഷേ UDF നേതൃത്വം ഐകകണ്ഠേന എടുത്തൊരു തീരുമാനത്തിൻ്റെ ഭാഗമായാണ് കേരള പ്രവാസി അസോസിയേഷൻ UDF മുന്നണിയിൽ പ്രവേശിക്കപ്പെട്ടത്. അത്തരത്തിലുള്ള ഒരു ചിന്ത ഇപ്പോൾ നമ്മുടെ മുന്നിലില്ല. ഒരു മുന്നണിയുടെ ഭാഗമാവുക, പാർട്ടി ശക്തിപ്പെടുത്തുക, അതോടൊപ്പം മുന്നണി ശക്തിപ്പെടുത്തുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മുന്നോട്ട് വെച്ച ആശയം മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് നടപ്പിൽ വരുത്താനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക, അത് മുന്നണി സംവിധാനത്തിൻ്റെ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് മുന്നണിയുടെ നേതൃത്വത്തിന് അനുസൃതമായിക്കൊണ്ട് ഒരു അച്ചടക്കമുള്ള പാർട്ടി എന്നുള്ള രീതിയിൽ അത് നടപ്പിൽ വരുത്തുക, ജനങ്ങൾക്ക് ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അല്ല, ഇത് നിരുപാധികമായ ഒരു മുന്നണി പ്രവേശമാണ്. നമ്മളൊരു ഉപാധിയും വെക്കാതെയാണ് കേരള പ്രവാസി അസോസിയേഷൻ UDFിൻ്റെ ഘടകകക്ഷിയാണ്. ചെയർമാനും പ്രസിഡൻറ്റും അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയുമാണ് ഇനി പങ്കെടുക്കുന്നത്. അപ്പം കഴിഞ്ഞ UDF യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തീർച്ചയായിട്ടും അടുത്തുള്ള UDF യോഗങ്ങളിലെല്ലാം ഞങ്ങൾ പങ്കെടുക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 9 ജില്ലാ സമ്മേളനങ്ങൾ നമ്മൾ നടത്തിക്കഴിഞ്ഞു. ഈ ജില്ലാ സമ്മേളനങ്ങളിൽ ഞാൻ പറഞ്ഞു ഏകദേശം 1000-ൽ പരം പ്രതിനിധികൾ, അതാത് ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ജില്ലാ സമ്മേളനങ്ങൾ നടത്തിയത്.
ഇത് ഒരു രഹസ്യമായ കാര്യമല്ല. പാർട്ടിയുടെ നിങ്ങൾക്കെല്ലാവർക്കും മീഡിയകൾ അതാത് ജില്ലകളിൽ നമ്മൾ പത്രസമ്മേളനങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ പ്രവർത്തകർ പങ്കെടുത്ത കാര്യങ്ങൾ നിങ്ങൾ കണ്ടു. അപ്പം കോഴിക്കോട് ജില്ലയിൽ മാവൂർ പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടി അല്ല ഇത് എന്നുള്ളത് നിങ്ങൾക്ക് ആ ജില്ലാ സമ്മേളനങ്ങളിൽ നിന്നും, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ള ജില്ലാ കമ്മിറ്റികൾ രൂപീകരിച്ചതിൽ നിന്നും വളരെ വ്യക്തമാണ്. ഇടുക്കിയിൽ വരാനുണ്ട്. അതേപോലെ തന്നെ വയനാട് ജില്ലാ സമ്മേളനം നടക്കാനിരിക്കുന്നു. അതിൻ്റെ മുന്നോടിയായി നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായി മറ്റുള്ള ജില്ലകളും കൂടെ കാസർഗോഡ് നടക്കാനിരിക്കുന്നു. അങ്ങനെ 5 ജില്ലകളിലാണ് ഇനി നടക്കാനുള്ളത്. ആ ജില്ലാ സമ്മേളനം കൂടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ മാസത്തിൽ അല്ലെങ്കിൽ സെപ്റ്റംബർ അവസാനത്തോടു കൂടി നമ്മുടെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് വെച്ച് നടക്കുന്നതാണ്. 4.5 ലക്ഷത്തോളം മെമ്പർമാർ കേരള പ്രവാസി അസോസിയേഷനിലുണ്ട്. കേരള പ്രവാസി അസോസിയേഷൻ .com എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഓരോ ജില്ലകളിലുമുള്ള മെമ്പർമാരെ നിങ്ങൾക്കതിൽ കാണാവുന്നതാണ്. കേരള പ്രവാസി അസോസിയേഷൻ ആദ്യകാലങ്ങളിൽ തുടങ്ങിയത് ഒരു പ്രവാസി കൂട്ടായ്മ എന്നുള്ള രീതിയിലാണ്. 3 വർഷം മുന്നേ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുകയും അംഗീകാരം ലഭിക്കുകയും ചെയ്തു. അത് ലഭിക്കുന്നതോടുകൂടി നമ്മൾ വളരെ വിശദമായി KP എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നുള്ളത് നമ്മൾ അംഗങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവരുടെ എല്ലാം ഏകകണ്ഠേന ഉള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായാണ് KP എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി നമ്മൾ മാറിയത്. അല്ല, അണികളൊന്നും UDFൻ്റെ ഭാഗമല്ല. കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ളവരാണ്. പാർട്ടി തീർച്ചയായിട്ടും UDFൻ്റെ ഭാഗമാവുന്ന സമയത്ത് അത് UDFനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പാർട്ടിയുടെ തീരുമാനം. അല്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലെ 18 വയസ്സ് കഴിഞ്ഞ് ഏതൊരു പൗരനും കേരള പ്രവാസി അസോസിയേഷനിൽ അംഗത്വം എടുക്കാം. 2 തരം അംഗത്വമാണ് നമുക്കുള്ളത്. സാധാരണ അംഗത്വവും അതേപോലെ തന്നെ ആക്റ്റീവ് അംഗത്വവും. ആക്റ്റീവ് അംഗത്വമുള്ളവർക്ക് വോട്ടവകാശം ലഭിക്കുന്നതാണ്. അത്തരത്തിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. 6 മാസം പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ട് വിവിധ ഘടകങ്ങളിൽ കൂടെ അപ്രൂവൽ വാങ്ങിച്ചുകൊണ്ടാണ് അത്തരം ആക്റ്റീവ് മെമ്പർഷിപ്പുകളിലേക്ക് കടന്നു വരുന്നത്. നല്ലൊരു ശതമാനം വോട്ട് KPA UDFന് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിരുപാധിക പിന്തുണയായിരുന്നു. നമ്മൾ നടത്തിയ ക്യാമ്പയിനിൻ്റെ ഭാഗമായി കൂടെയാണ് UDF വൻ വിജയം കരസ്ഥമാക്കിയെന്ന് എന്നുള്ളതിൽ നമുക്ക് അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും പ്രവാസികൾ നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ തൽക്കാലം ഞങ്ങൾ ഈ പേരിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ പേരിലല്ല നമ്മൾ ശ്രദ്ധ പതിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലല്ല. പക്ഷേ KPA മുന്നോട്ട് വെച്ച സ്വയം പര്യാപ്ത കേരളം പ്രവാസികളിലൂടെ എന്ന ആശയം നടപ്പിൽ വരുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. KPA 36 കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ പ്രവാസി കാര്യം എന്നുള്ളത് ഒരു കാര്യം മാത്രമാണ്. നിയമപരമായി നമ്മൾ നടത്തുന്ന പോരാട്ടങ്ങൾ ഏകദേശം 7ഓളം കേസുകൾ സുപ്രീം കോടതിയിലും അതേപോലെ തന്നെ കേരളത്തിൻ്റെ ഹൈക്കോടതിയിലും നമ്മൾ പോരാടുന്നുണ്ട്. അതിൽ ചിലത് പ്രവാസികളുമായി ബന്ധപ്പെട്ടതാണ്. എയർഫെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രവാസികളുടെ വോട്ടവകാശം, ബാക്കിയുള്ളവ സാധാരണക്കാരായ ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് റാബീസ് വാക്സിൻ എതിരെയുള്ള കാര്യം, അതേപോലെ തന്നെ മാവൂർ ഗോളിയറൻസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സർക്കാരും കേരള സർക്കാരും ഗോളിയറൻസുമായിട്ടുള്ള കേസിൽ നമ്മൾ കക്ഷി ചേർന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലാണ് KPA ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രവാസി വോട്ടുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി കഴിഞ്ഞ 1 വർഷം മുന്നേ സുപ്രീം കോടതി കേസ് ഫയൽ ക്ലോസ് ചെയ്താണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. തീർച്ചയായിട്ടും നമ്മളത് വീണ്ടും സംവിധാനത്തിൻ്റെ മുന്നിലേക്ക് ആ കേസ് എടുക്കുന്നതാണ്. ആ കേസുമായി നമ്മൾ മുന്നോട്ട് തന്നെ പോകും. പ്രവാസി വോട്ടവകാശം എന്നുള്ളത് ദീർഘനാളായുള്ള പ്രവാസികളുടെ ഒരു ആവശ്യമാണ്. പ്രവാസികളെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്ക് പുറത്തു പോയവർ മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്ത് പല സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരും അതേപോലെ തന്നെ അതാത് ജില്ലകളിൽ നിന്ന് മറ്റുള്ള ജില്ലകളിൽ ജോലി ചെയ്യുന്നവരെയും നമ്മൾ പ്രവാസികളായാണ് കണക്കാക്കുന്നത്.
ഇന്ത്യക്ക് പുറത്ത് ഒട്ടുമിക്ക GCC രാജ്യങ്ങളിലും KPAക്ക് ഘടകങ്ങളുണ്ട്. അതേപോലെ തന്നെ ഫാർ ഈസ്റ്റിൽ സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ് അതേപോലുള്ള സ്ഥലങ്ങളിലുണ്ട്. യൂറോപ്പിൽ നമുക്ക് ലണ്ടൻ, അയർലൻഡ് അതേപോലുള്ള സ്ഥലങ്ങളിലുണ്ട്. അപ്പം ഏകദേശം 126ഓളം ഘടകങ്ങൾ കേരളത്തിൻ്റെ പുറത്ത് ആയിട്ട് നമുക്കുണ്ട്. അത് മറ്റ് സംസ്ഥാനങ്ങളിലും അതേപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിലുമായി. തീർച്ചയായിട്ടും നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ധനസഹായത്തിൻ്റെ അപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ KMCC അതേപോലെയുള്ള സംഘടനകളുമായി ചേർന്നുകൊണ്ട് നമ്മളുടെ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. അത്തരം പരിപാടികൾ തീർച്ചയായിട്ടും അതാത് പ്രവാസ ലോകത്തുള്ള സംഘടനകളുമായി, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനകളുമായി ചേർന്നുകൊണ്ടാണ് നമ്മൾ അത്തരം പരിപാടികൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും കേരള പ്രവാസി അസോസിയേഷൻ എന്നുള്ളത് ഒരു അസോസിയേഷൻ, പ്രവാസികളുടെ ഒരു സംഘടന എന്നുള്ള രീതിയിലാണ് ആദ്യകാലങ്ങളിൽ, അതായത് 3 വർഷങ്ങൾക്ക് മുന്നേ ഏകദേശം 5 വർഷത്തോളമായി ആ സംഘടന KPA എന്ന് പറഞ്ഞ സംഘടന നിലവിൽ വന്നിട്ട് കഴിഞ്ഞ 3 വർഷമായി KPA എന്ന് പറഞ്ഞ സംഘടന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത്. ഈ 3 വർഷത്തിനുള്ളിൽ കേരള പ്രവാസി അസോസിയേഷനിലുള്ള അംഗങ്ങൾ എല്ലാം തന്നെ, അല്ലെങ്കിൽ ഒട്ടുമിക്ക അംഗങ്ങളും KPA എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ വിശ്വാസമർപ്പിച്ച് പോകുന്നവരാണ്. സംഖ്യയല്ല. അപ്പോൾ LDF വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പോൾ ഘടകകക്ഷിയായിട്ട് മാറിയത്. അപ്പോൾ കേവലം 3 വർഷം മാത്രം രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നിങ്ങളെങ്ങനെയാണ് ഇത് സാധ്യമാക്കിയത്? വളരെ നല്ല ചോദ്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ തന്നെയാണ് ഇതിൻ്റെ മുൻപിലുള്ള ഏറ്റവും വലിയ കാര്യം. പ്രവാസികൾ ആർജിച്ചെടുത്ത അറിവും കഴിവും അതേപോലെ തന്നെ പ്രവാസികൾ കാണുന്ന ഒരു കേരളവും എന്ന് പറയുന്നത് അത് ഒരു പുതിയ തലമുറയുടെ മനസ്സിൽ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്. അത്തരം ഒരു കാര്യം നടപ്പിൽ വരുത്താൻ ഉദ്ദേശിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം 3 വർഷം കൊണ്ട് കേരളത്തിലെ 9 ജില്ലകളിൽ സ്ഥാനമുറപ്പിക്കുകയും ഏകദേശം 4.25 ലക്ഷത്തോളം, 4 ലക്ഷത്തിൻ്റെ 4.25 ലക്ഷത്തോളം ആളുകൾ അണികളായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് 2 കൈ നീട്ടി സ്വീകരിക്കാൻ UDF നേതൃത്വം കാണിച്ച മഹാമനസ്കതയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. അത് KPA മുന്നോട്ട് വെച്ച ആശയം സ്വയം പര്യാപ്ത കേരളം പ്രവാസികളിലൂടെ, അതോടൊപ്പം തന്നെ പ്രവാസികൾ നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രവാസികൾ അംഗങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ പ്രവാസികൾ അംഗങ്ങളായി മറ്റുള്ള അംഗങ്ങളെ കൂടി ചേർത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിലാണ് UDF മുന്നണിയിലേക്ക് നമുക്ക് അംഗീകാരം ലഭിച്ചത്. LDFൻ്റെ നയങ്ങളോടാണ് നമുക്ക് വിയോജിപ്പ് ഏറ്റവും കൂടുതലായി. ഇപ്പം നമ്മൾ പ്രവാസികളുടെ കാര്യങ്ങൾ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ ഓർമ്മ ഒന്നുകൂടെ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ദുബായിൽ വന്ന് പ്രസംഗിച്ച് എത്രമാത്രം കാര്യങ്ങൾ കേരളത്തിൽ നടപ്പിൽ വരുത്തി എന്നുള്ളത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. ഓക്കെ, അത്തരം നടപ്പിൽ വരുത്താത്ത പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് വോട്ട് വാങ്ങിക്കുക, ഭരണത്തിൽ കയറുക, എന്നിട്ട് മറ്റുള്ള ജനങ്ങളെ അത് മറക്കുക, വിസ്മരിച്ചു കൊണ്ടുപോകുന്ന ഒരു ഭരണത്തിന് അല്ലെങ്കിൽ ആ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിക്ക് എതിരായിട്ടുള്ള ഒരു കാര്യത്തിനോട് ആയി ബന്ധപ്പെട്ടാണ് നമ്മൾ UDFിലേക്ക് പോയത്. തീർച്ചയായിട്ടും നമ്മൾ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ പോവേണ്ടി വരും. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു കാര്യം ചിന്തിക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ പ്രവാസികളാവുന്നത്? കേരളത്തിൽ അതിന് അനുസൃതമായ ജോലികളോ അതല്ല എന്നുണ്ടെങ്കിൽ വേതനങ്ങളോ ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതിനാലാണ് 2 വർഷവും 3 വർഷവുമായി ഓരോ മലയാളിയും കേരളത്തിൻ്റെ പുറത്തേക്ക് പോയിക്കൊണ്ട് അയാളുടെ ജീവിതം അല്ലെങ്കിൽ നാട് മെച്ചപ്പെടുത്തുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരുന്നത്. അപ്പം പ്രവാസി ആയതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു നോർക്ക ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ പെൻഷൻ വർദ്ധിപ്പിക്കുകയോ അല്ല സർക്കാർ ചെയ്യേണ്ടത്. പകരം കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ആപത്ത് എന്താണെന്ന് നമ്മളിൽ എത്ര പേർ ചിന്തിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമുക്കറിയത്തില്ല. കേരളം അധികം താമസിയാതെ വയോജനങ്ങൾ മാത്രമുള്ളൊരു സംസ്ഥാനമായി മാറാൻ ഇനി അധിക സമയം വേണ്ട. ഡിഗ്രി കഴിഞ്ഞാൽ അതല്ല എന്നുണ്ടെങ്കിൽ
ഒരു ബിടെക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ എന്താണ് ആദ്യം ചെയ്യുന്നത്? ഏത് രാജ്യത്താണ് PR ലഭിക്കുന്നത് ആ രാജ്യത്തേക്ക് കുടിയേറി പാർക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ അവർ തിരിച്ചു വരുമെന്നുള്ളത്? ഈ അവസ്ഥ എന്തുകൊണ്ടാണ് നമുക്ക് മാറ്റാൻ കഴിയാത്തത്? പകരം നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? വിദേശ സർവകലാശാലകൾക്ക് കേരളത്തിൽ ഓഫ് ക്യാമ്പസുകൾ സൗകര്യങ്ങൾ ഒരുക്കുക, പ്രവാസികൾക്ക് വല്ലാത്ത രീതിയിലേക്ക്, അതായത് 2 വർഷവും 3 വർഷവും നാട് വിട്ടുകൊണ്ട് കുടുംബത്തെ വിട്ടുകൊണ്ട് മറ്റു നാടുകളിൽ പോയി നിൽക്കുന്നവർക്ക് അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക. അതേപോലെ തന്നെ തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് അവർ കേരളത്തിന് തരുന്ന വിദേശ നാണ്യത്തിനെ ബഹുമാനിച്ചുകൊണ്ട് അവർക്കാവശ്യമായ സാഹചര്യങ്ങൾ ഇവിടെ ഒരുക്കുക. ഇതൊക്കെയാണ് ഒരു സർക്കാർ ചെയ്യേണ്ടത്. പകരം അവർ കൊണ്ടുവരുന്ന വിദേശ നാണ്യത്തിന് മാത്രം ഊറ്റം കൊള്ളുകയും എന്നാൽ അവർക്ക് വേണ്ടി കാര്യമായ ഒരു പെൻഷനാണോ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം? അല്ല. തിരിച്ചു വരുന്ന പ്രവാസികൾ അവർക്ക് എന്താണ് ഈ നാട് കൊടുക്കുന്നത്? അവർക്കുള്ള പ്രവാസികൾ കേരളത്തിൻ്റെ നട്ടെല്ലാണ് എന്ന് നമ്മൾ ഘോരഘോരം പ്രസംഗിക്കുകയല്ലാതെ തിരിച്ച് പ്രവാസികൾക്ക് എന്താണ് കേരളം കൊടുക്കുന്നത്? അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് മാറ്റം വരുത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായാണ്, കൂടുതൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് KPA എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം UDFൻ്റെ ഘടകകക്ഷിയാണ്.